റസൂലിന് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. റസൂൽ അദ്ദേഹത്തിന് ചിലതൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം അദ്ദേഹം പറയും, എന്തിനാ റസൂൽ എനിക്ക് തരുന്നത്, ഞാൻ അങ്ങോട്ട് തന്നാൽ പോരെ, റസൂൽ പ്രയാസപ്പെടണ്ട, അതുപോരാ ഞാൻ അങ്ങോട്ടും തരും. നിങ്ങളെനിക്കാരാണ് എന്നത് മാത്രമല്ല, ഞാൻ നിനക്കാരാണ് എന്നത് കൂടിയാണ് സമ്മാനം, എല്ലാ സമ്മാനവും. ഒരിക്കൽ ആ സ്വഹാബി റസൂലിന് കൊണ്ടുവന്ന് കൊടുത്തത് മുന്തിരിയായിരുന്നു. റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച്. മറ്റു സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കൊതിയൂറുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് സഹാബികൾ റസൂലിനോട് ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൽ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. റസൂൽ സാധാരണ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ റസൂൽ സഹാബികളോട് പറയാം, ഇത് നല്ല പുളിയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമാവൂലേ, അത് വേണ്ട, ഞാൻ സഹിച്ചു, ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി, നല്ല പുളിയായിരുന്നു. വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായൊരു അച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാണോ, എത്ര സംഭവങ്ങളാണല്ലേ. റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഅബ് ബിൻ സുഹൈർ. നമുക്കറിയാം, മക്കാ വിജയത്തിൻ്റെ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ശത്രുക്കളെ എന്തു ചെയ്യും? അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഅബ് വിചാരിച്ചത്. എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ? ശത്രുക്കളെ നിഗ്രഹിക്കുക, കൊല്ലുമല്ലേ. റസൂലല്ല പറഞ്ഞു, ആരെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇല്ല, കഅബിനെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇയാൾ ആവർത്തിച്ച് ചോദിക്കുക. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരു ആർത്തട്ടഹാസമായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രച്ഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കണം. അത് കഅബായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ വരുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷേ കൂടെയുള്ളവരെനിക്ക് പേടിയാണ്. കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാ. അശ്ലീല പ്രയോഗങ്ങളുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് റസൂലിനെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ്, വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഅബ്. ശരി, ആ നിമിഷം കഅബിനോട് റസൂൽ എന്താ പറയുന്നത്? റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? നിമിഷ കവിയാണ് കേട്ടോ കഅബ്. ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ. ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയൊരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തിപ്പാടാൻ ഒരു സമയം കുറച്ച് മതി. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഅബ് പാടിയത് ബാനത്ത് സുആദായിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന്. നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ്, ഒരു ഗസലാണ്. അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ റസൂല് കഅബിനോട് പറയണത് എന്താണ്? ഈ ജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ല പറഞ്ഞത്. ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാളത് പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു. ആസ്വദിച്ചോ എന്നറിയില്ല, കേട്ടു. എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട്, ഷോള്, അത് സമ്മാനമായി കഅബിന് കൊടുത്തു. ഇനി എന്തു വേണം? ഇസ്ലാമിനെക്കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ ആ മനുഷ്യന്? എത്ര സുന്ദരമായാണ് വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതം സംസാരിച്ചത്. വിറകേറ്റിപ്പോയ ഉമ്മയുടെ കഥ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കഥയില്ല. ആകെ നമുക്ക് പറയാനുള്ളൊരു കഥയാണ് കുട്ടിക്കാലം മുതൽ. ആ ഉമ്മ രണ്ടാമതായി ആ ചെറുപ്പക്കാരനോട് പറയുന്നത്, ഖുറൈശിയായ മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് മോനെപ്പോലെയുള്ള നല്ല കുട്ടികൾ പോകരുത് കേട്ടോ എന്നാണ്. മോനെപ്പോലെയുള്ള കുട്ടികളൊക്കെ ഇപ്പോഴുണ്ടോ? ഉമ്മക്ക് അത്ഭുതമാണ്. മോൻ കേടുവരാൻ പാടില്ല, മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് പോകരുത് എന്ന് ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഇനി ഇസ്ലാമിനെക്കുറിച്ച് കുറേ പ്രസംഗിച്ചു കൊടുക്കേണ്ടി വരുമോ? നമ്മുടെ ചോദ്യം അതാണ്. ശ്രദ്ധാപൂർവമുള്ള ജീവിതത്തെക്കാൾ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുണ്ടോ? വാക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്, ജീവിതം കൊണ്ട് മാത്രം പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്.
ശരി, അത്രയേറെ മനുഷ്യനോടടുത്തു നിന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത്. മനുഷ്യൻ്റെ വേദനകളെ അത്രയേറെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു. മനുഷ്യൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ അത്രയേറെ ആഴത്തിൽ ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണ പറയും ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് മരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ആരൊക്കെയോ വേണം. ചെറിയൊരു കുട്ടിയുടെ കാര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് അമ്മ അടുത്ത് കിടക്കണം എന്നാണ്. ഇൻക്യുബേറ്റർ ഇല്ലാത്തൊരു ആശുപത്രിയിൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആകെ അമ്മയോട് പറഞ്ഞത് അമ്മ കുട്ടിയുടെ കൂടെ വേണം എന്നാണ്. അമ്മയുടെ തലോടൽ, അമ്മയുടെ സ്പർശം, അമ്മയുടെ സഹവാസമാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത് എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു. സഹവാസവും അടുപ്പവും കുറേ മനുഷ്യരുടെ ചങ്ങാത്തവും സൗഹൃദവുമൊക്കെ എപ്പോഴും ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങളതിനെ സൗഹൃദമെന്നോ പ്രണയമെന്നോ വിവാഹമെന്നോ ഒക്കെ വിളിച്ചോളൂ. മറ്റൊരു മനുഷ്യനിലേക്ക് നിരന്തരം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അകം. അതുകൊണ്ട് ഓരോ മനുഷ്യനും നമുക്ക് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും നമ്മൾ ഇത്ര കാലവും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു അതിനകത്ത് സമ്മാനമായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ തുറന്നു നോക്കില്ല കേട്ടോ, ജീവിതാവസാനം വരെ തുറന്നു നോക്കില്ല നമ്മൾ. ഒരമ്മയുടെ കഥയുണ്ടല്ലോ, ചെറിയ 2 മക്കളാണ്. അമ്മ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ കുട്ടി ഓടി വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് അവിടെയൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണേ. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അമ്മ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുമ്പോഴാണ് കുട്ടി ക്രയോൺസ് പിറകിലേക്ക് പിടിച്ചിട്ട് പേടിച്ച് നിൽക്കുന്നത്. അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കിയത്. അവൾക്കറിയാവുന്ന ഭാഷയിൽ എഴുതിയിട്ടതാണ്, കുത്തിവരച്ചതൊന്നുമല്ല. കണ്ടാൽ കുത്തിവരച്ചതാണെന്ന് തോന്നും കേട്ടോ, കണ്ടാൽ കുത്തിവരച്ചതെന്ന് തോന്നുന്ന രൂപത്തിൽ അവൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഐ ലവ് യു മാം. അരമണിക്കൂർ നേരം അമ്മയെ കാണാതായപ്പോഴേ അവളുടെ സ്നേഹം അവൾ ആവിഷ്കരിച്ചതാ. നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും കൂടെയുള്ള ഓരോ മനുഷ്യനും നമ്മൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അവർക്ക് സ്നേഹമാണ് എന്നാണ്. കയ്യക്ഷരം മോശമായതിൻ്റെ പേരിൽ നിങ്ങളവരെ തടയരുത്. അതാരുമാകട്ടെ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, സ്നേഹത്താൽ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ആളുകളുണ്ട്. പക്ഷെ അകത്തുള്ളത് നിറഞ്ഞ സ്നേഹമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരാൾക്ക് മനുഷ്യനെ തിരിച്ചറിയണം. ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികൾ ശരിയാക്കുകയായിരുന്നു റസൂൽ. നിങ്ങൾ കേട്ടതായിരിക്കും. തിരിച്ച് ഈ സ്നേഹം എത്ര കിട്ടിയെന്നാണ്. ഓരോ മനുഷ്യനും റസൂൽ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഓരോ മനുഷ്യനും തോന്നിയിരുന്നു ഞാൻ റസൂലിന് അത്രയും പ്രിയപ്പെട്ടവനാണ്. അണികൾ ശരിയാക്കുന്നതൊരു വടി കൊണ്ടാണ്. റസൂൽ എല്ലാവരും ഇങ്ങനെ ഒരു വടിയുണ്ട് ആ അണികളെ സ്വഫ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വഹാബിക്ക് തെല്ലൊരു ദേഷ്യം വന്ന് അദ്ദേഹം പറഞ്ഞത്, റസൂൽ എന്തിനാ അടിക്കുന്നത്? പറഞ്ഞാൽ പോരെ, ഞാൻ അടിച്ചിട്ടില്ലല്ലോ സ്വവാദ്, ഞാനിങ്ങനെ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട്. ആണോ? എനിക്ക് തിരിച്ചടിക്കണോ? സഹാബികളൊക്കെ ആകെ ആകാംക്ഷയോടുകൂടിയും ദേഷ്യത്തോടു കൂടിയും നിൽക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാ റസൂൽ? മുന്നിലെ വെളിച്ചമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുന്ന പോലെ അല്ല അവർക്ക് റസൂൽ എന്ന് പറയുമ്പോഴുള്ള ഫീല്, അത് മറ്റൊന്നാണ്. മുന്നിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അപഹസിക്കുന്നത് അവരിഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ അവരോടൊക്കെ ശാന്തമാകാൻ പറയാ റസൂല്. എന്നിട്ട് റസൂൽ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ചടിക്കൂ. എനിക്കിങ്ങനെ അടിച്ചാൽ പോരെ റസൂലെ, റസൂലിൻ്റെ മേൽക്കുപ്പായ ഒന്ന് പൊക്കിത്തരണം, എനിക്ക് വയറ്റത്തടിക്കണം എന്ന് പറഞ്ഞു. സ്വഹാബികളൊക്കെ ഇളകുന്നുണ്ട്. റസൂൽ അപ്പോഴും ശാന്തമാകാൻ പറഞ്ഞിട്ട് മേൽക്കുപ്പായം മെല്ലെ പൊക്കി കൊടുത്തു. സ്വവാദ് ഈ ലോകത്ത് ചുംബിക്കാവുന്ന ഏറ്റവും മനോഹരമായ ആ തിരുദേഹത്തെ ചുംബിച്ചു. വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലെ ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സ്നേഹത്തിൻ്റെ മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? ദേഷ്യത്തിൻ്റെ മുന്നിലല്ല, സ്നേഹത്തിൻ്റെ മുന്നിൽ. ഹംസ എന്ന സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും റളിയല്ലാഹു അൻഹു. അത്രയേറെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നേ.
റസൂലിൻ്റെ വലങ്കയ്യായിരുന്നു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് പോലും ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് സയ്യിദ് ശുഹദാ എന്നാണ്. ശരി, ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വിഷം നിറച്ച അമ്പ് കൊണ്ട് വധിച്ച രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന പദമെന്താണ്, വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പോലെ നമ്മൾ പറയാ വഹിഷി റളിയല്ലാഹു അൻഹു. വഹിഷിക്കത് ചെയ്യേണ്ടി വന്നത് വഹിഷിയുടെ ബോസായിരുന്ന ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഹിന്ദ് എങ്ങനെയാണ് ആ പ്രതികാരം തീർത്തത് എന്ന്. എത്രമേൽ വലിയ പകയുടെ മിനാരമായിരുന്നു ഹിന്ദ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹ. ആ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും പ്രേരണയും ചെയ്തു കൊടുത്ത ഒരാളുണ്ട്. അയാളുടെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നായിരുന്നു. കളിക്കൂട്ടുകാരനാ. ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു. അല്ലേ? ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോഴാണ് റസൂലുള്ള അവരോട് പറയണത്, ഹിന്ദേ, ഞാൻ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം, ഞാൻ തന്നെ ചൊല്ലിത്തരാം. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവിൻ്റെ ദീനാണ്. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലാണ് ഇസ്ലാമിൻ്റെ വാതിൽ. പക്ഷേ എനിക്ക് ഹിന്ദിനോട് മാത്രമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചിട്ട് വരണം, അത്രയേ ഉള്ളൂ. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചുകൊണ്ട് വരണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു. റസൂൽ അങ്ങനെ ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ റസൂലിനെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വേർപാട്. അല്ലെങ്കിൽ റസൂൽ ഒരാളോട് അങ്ങനെ പറയൂല. എന്നിട്ടും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അകത്താണ് ഹിന്ദ്, പുറത്തല്ല. എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഇസ്ലാമിൻ്റെ ധീരവനിതയായി മാറുകയാണ് ഹിന്ദ്. എത്രമേൽ മനുഷ്യൻ്റെ അടുത്താണ് ആ പ്രവാചകൻ. നമ്മൾ എത്ര ദൂരെയാണ് മനുഷ്യനിൽ നിന്ന്. പാവങ്ങൾ എന്ന നോവൽ നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ. വിക്ടർ യൂഗോയുടെ പ്രസിദ്ധമായ നോവൽ. അതിൽ ജീൻ വാൽജീൻ വിശപ്പ് കൊണ്ട് മെത്രാൻ്റെ വെള്ളിക്കോല് മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അത് കണ്ടെടുക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന്. പോലീസ് ഇയാളെയും കൊണ്ട് ആ വെള്ളിക്കോലും ആയിട്ട് മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണ് നിങ്ങളുടെ വെള്ളിക്കോല് മോഷ്ടിച്ചത്, ഇവനെതിരെ കേസെടുക്കട്ടെ, ശിക്ഷിക്കട്ടെ. അപ്പം മെത്രാൻ പറയുന്നുണ്ട്, ശിക്ഷിക്കണ്ട, അവനെ വെറുതെ വിടൂ. എന്തേ? അവനെനിക്കറിയാം. ആരാണ്? എൻ്റെ സഹോദരൻ. ആദ്യമായിട്ട് കാണുകയാണ് അയാൾ. ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സഹോദരൻ. പിന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയാൻ കഴിയുമോ? ഒരു മനുഷ്യനിൽ നിന്ന് വെറുപ്പോടെ അകലാൻ കഴിയുമോ? ഒരു മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് അകലാൻ കഴിയുമോ? ഒരു കഥ വായിച്ച്, ഒരു പണ്ഡിതൻ്റെ കഥയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. എപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരും. ഒരിക്കലും അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അവസാനം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒരു നാടോടിയായ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് ഭക്ഷണം വേണോ, എൻ്റെ കൂടെ വരുമോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഭക്ഷണം എന്ന് കേട്ടതോടുകൂടി ആ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഈ അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ പാവം മനുഷ്യൻ ഭക്ഷണം കിട്ടിയ ഉടനെ അതെടുത്ത് കഴിച്ചു. ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ തിരിച്ചു വാങ്ങിയിട്ട് ദേഷ്യത്തോടു കൂടി പറഞ്ഞ്, ബിസ്മി ചൊല്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നത്? ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണം തരില്ല. ഭക്ഷണം നഷ്ടപ്പെട്ടതിൻ്റെയും അപമാനിതനായതിൻ്റെയും സങ്കടത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ, വിശപ്പുകൊണ്ട് മറന്നുപോയതാണ്, പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പഠിച്ചവനെ, ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിലാണ് ആ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കിയത്. എത്ര കോടി മനുഷ്യർക്കാണ് ബിസ്മി ചൊല്ലാതിരുന്നിട്ടും നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് യാതൊരു പിടിവാശികളുമില്ല, നിനക്ക് യാതൊരു കാർക്കശ്യങ്ങളുമില്ല. മനുഷ്യർക്ക് എന്തെല്ലാം കാർക്കശ്യങ്ങളും നിലപാടിലെ
കണിശതകളുമാണ്. ഈ കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് ഇതാണ്. ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആ പാവം മനുഷ്യനെ ഇറക്കി വിട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എത്ര മനുഷ്യരെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും.